സ്ക്വയർ നമ്പർ അഥവാ സമചതുര സംഖ്യകൾ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്നതാണ് സമചതുര സംഖ്യകൾ. ഒരു നമ്പറും അതേ നമ്പർ കൊണ്ട് തന്നെ വീണ്ടും അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സാണ് സമചതുര സംഖ്യകൾ. ഉദാഹരണമായിട്ട് ഇവിടെ നോക്കിക്കോ, 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ 1 ഒരു സ്ക്വയർ നമ്പറാണ്. 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 സ്ക്വയർ നമ്പറാണ്. 3 × 3 9 സ്ക്വയർ നമ്പറാണ്. 4 × 4 16 സ്ക്വയർ നമ്പറാണ്. 5 × 5 25 സ്ക്വയർ നമ്പർ. അതായത് ഒരേപോലുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഈ ഉത്തരങ്ങളാണ് എന്ത്? സ്ക്വയർ നമ്പേഴ്സ്. മലയാളത്തിൽ നമ്മൾ സമചതുര സംഖ്യകൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ സമചതുര സംഖ്യകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരങ്ങളാണ് സമചതുര സംഖ്യകൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി തൊട്ടടുത്ത് ഇനി ആരായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞേ. 6 × 6 36. 7 × 7 49. ഇനി സമചതുര സംഖ്യകൾ വരുന്നതിൻ്റെ ഒരു ഐഡിയയും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു ഡോട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 1 എന്ന് എഴുതുക. അടുത്തത് ഇവിടെ 1 വന്നു, പ്ലസ് അതിൻ്റെ കൂടെ 1 2 3 ചേർത്തു. അതായത് നീളത്തിൽ 2 വീതിയിൽ 2 2 × 2 ആൻസർ എത്രയാണ്? 4. അപ്പോൾ 3 1 4 അല്ലേ? അതായത് ഇവിടേക്ക് എഴുതാൻ ഞാൻ ഇവിടെ 1 വന്നു, 1 × 1 വന്നു. ഇവിടെ 2 × 2 എത്രയാണ്? 2 2s are 4 ആണ്. അടുത്തത് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 × 3 9. നോക്കിയാൽ 9 എണ്ണം ഉണ്ടോ? ഇത് ഇവിടെ 1 എടുത്തു. അടുത്തത് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ 3 2 5 ആഡ് ചെയ്തു. എത്രയാണ്? 5 3 8 1 9. ഇനി നോക്കുക, ഇവിടെ 4 4s are 16 അല്ലേ? അടുത്തത് 4 4s are 16. അപ്പോൾ ഞാൻ നോക്കുക 16 ഡോട്ട്സിനകത്തുണ്ട്. നോക്കുക 1, അടുത്തത് 3, അടുത്തത് 5 പ്ലസ് അടുത്തത് 7. കണ്ട എണ്ണം നോക്കി, 1 2 3 4 5 6 7. അതായത് ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? 1 3 5 7 എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സാണ് അല്ലേ? 1 3 5 ഓഡ് നമ്പേഴ്സാണ്. ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് എന്ത്? 4ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 4 ഓഡ് നമ്പേഴ്സ് എടുത്താൽ മതിയാവും. അതായത് 16. 1 3 4 5 9 7 16. അപ്പോൾ 5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ എഴുതി 5ൻ്റെ സ്ക്വയർ മീൻസ് 5 × 5 ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാൽ മതി. 1 3 5 7 9. ഇത്രയും കൂട്ടിയാൽ എത്ര കിട്ടും? ഉത്തരം 25. കണ്ടോ? അപ്പോൾ സ്ക്വയർ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം എന്താണ്? ഏതിൻ്റെയാണോ നമുക്ക് സമ്മ് കണ്ടുപിടിക്കേണ്ടത് അത്രയും എണ്ണം ഒറ്റ സംഖ്യകളെടുത്ത് കൂട്ടിയാൽ മതിയാവും. ഓക്കെ, ഇവിടെ പേജ് നമ്പർ 37 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 11 × 11 111 × 111 കണക്കാക്കുക. രണ്ടിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ 1111 × 1111 എന്തായിരിക്കും എന്ന് ഊഹിക്കാമോ? ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. തുടർന്നുള്ള ഇത്തരം ഗുണനഫലങ്ങൾ ക്രമമായി എഴുതുക. നോക്കാം. ഇവിടെ 11 സംഖ്യകളുടെ 11 × 11 ചെയ്യാൻ ആദ്യത്തെ 11 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഉത്തരം 121 വന്നു. യഥാർത്ഥത്തിൽ 11 × 11 നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ നോക്കാവേ. അതായത് 11 × 11 ഓരോന്ന് 1 1 1s are 1 1 1s are 1 1 1s are 1. ആൻസർ എത്രയാണ്? 1 2 1 121. കണ്ടോ? ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരവും ഇവിടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരവും ഒന്ന് തന്നെ. അപ്പം 11 × 11 ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഞാനിവിടെ എഴുതുകയാണ് 121. അടുത്തത് 111 × 111 കൂടെ ഒന്ന് ചെയ്യാമേ. 1 1s are 1 എല്ലാം 1 വന്നു. വീണ്ടും 1 1s are 1 1 1 വീണ്ടും 1 1 1 കൂട്ടി നോക്കി. 1 2 3 2 1 ശരിയല്ലേ? അപ്പോൾ 111 × 111ൻ്റെ ഉത്തരം 1 2 3 2 1.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ 1ൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി ഓപ്ഷൻ 2 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ 1111 ഇൻറ്റു 1111 ഊഹിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ നോക്കിക്കേ, ഇത് ഈ രണ്ട് സൈഡിലും 1 1, ഇവിടെ 1 1, ഇവിടെ 2 1, നടുക്കിൽ 3 1. അപ്പോൾ ഇവിടെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായത് എന്താണ്? ഇവിടെ 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നടുവിൽ 2 എഴുതി, 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നടുവിൽ 3 എഴുതി, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറച്ച് എഴുതി. അപ്പോൾ ഇവിടെ 4 എണ്ണം വന്നാൽ നമ്മൾ 4 നടുവിൽ എഴുതി, അപ്പുറത്തേക്ക് 1 കുറച്ചു, ഇവിടേക്ക് 1 കുറച്ചു, വീണ്ടും 2 2 1 1 എന്നാണ് നമ്മൾ വിചാരിച്ചു. ഇത് ശരി, ഇത് നമ്മൾ ഊഹിച്ച ഉത്തരം എഴുതിയിരിക്കുന്നത്. ഇത് ഊഹ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. 1111 ഇൻറ്റു 1111 1 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 ആഡ് ചെയ്യാം. 1 2 3 4 3 2 1. നമ്മുടെ ഊഹം ശരിയായിരുന്നു അല്ലേ? കണ്ടോ, നമ്മുടെ ഊഹം ശരിയായിരുന്നു. രണ്ട് ഉത്തരവും സെയിമായി. ഈ ആൻസറും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്. എന്താ ഓപ്ഷൻ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? തുടർന്നുള്ള ഇത്തരം ഗുണനഫലങ്ങൾ ക്രമമായി എഴുതുക. ആദ്യത്തേത് 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നടുവിൽ 2 എഴുതി, അപ്പുറത്തും ഇപ്പുറത്തും 1 എഴുതി. അടുത്തത് 3 അക്കം വന്നിരിക്കുന്നതുകൊണ്ട് നടുവിൽ 3 എഴുതി, അപ്പുറത്ത് 1 കുറച്ച് എഴുതി. അടുത്തത് 4 3 3 2 2 1 1. അടുത്തത് 5 എണ്ണം വന്നപ്പോൾ 5 4 4 3 3 2 2 1 1. അടുത്തത് 6 എണ്ണം വരുമ്പോൾ 6 5 5 4 4 3 3 2 2 1 1. അടുത്തത് 7 എണ്ണം വരുമ്പോൾ നടുവിൽ നമ്മൾ 7 എഴുതി, 6 6 5 5 4 4 3 3 2 2 1 1. ഓക്കെ. അടുത്തത് ചുവടെയുള്ള കണക്ക് കൂട്ടലുകൾ നോക്കൂ. 1 + 3 = 4, 4 + 5 = 9, 9 + 7 = 16. ഇത് തുടർന്ന് 100 വരെയുള്ള സമയോത്തര സംഖ്യകൾ കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കുട്ടികൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടായിരുന്നു, ടീച്ചർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ച് പഠിപ്പിക്കാം. അത് ടീച്ചറുടെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത് ഈ ക്ലാസ് കാണാനിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ എടുത്ത് വെച്ചിട്ട് അതുമായിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട്, അപ്പോൾ ടീച്ചറുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ടീച്ചറുടെ വീഡിയോ കാണണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, 100 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ഈ രീതിയിൽ എഴുതാൻ. ഇതുണ്ടോ, 1 + 3 4. ഇനി ഈ 4നോടുകൂടി അടുത്ത ഓഡ് നമ്പറായ 5 ആഡ് ചെയ്തപ്പോൾ 9ആയി. 9നോടുകൂടി അടുത്ത ഓഡ് നമ്പറായ 7 ആഡ് ചെയ്തപ്പോൾ 16ആയി. ഇനി 16നോടുകൂടി അടുത്ത ഓഡ് നമ്പറായ 9 ആഡ് ചെയ്യുമ്പോൾ 25ആയി. 25നോടുകൂടി അടുത്ത ഓഡ് നമ്പർ ആരാ? 9 കഴിഞ്ഞാൽ പിന്നെ 11, 36ആയി. 36നോടുകൂടി അടുത്ത ഓഡ് നമ്പർ 13 ആഡ് ചെയ്യുമ്പം 49ആയി. അടുത്തത് 49നോടുകൂടി അടുത്ത ഓഡ് നമ്പർ 15 ആഡ് ചെയ്യുമ്പം 64ആയി. അടുത്തത് 64നോടുകൂടി അടുത്ത ഓഡ് നമ്പറായ 17 ആഡ് ചെയ്യുമ്പോൾ 81ആയി. 81നോടുകൂടി അടുത്ത ഓഡ് നമ്പറായ 19 ആഡ് ചെയ്യുമ്പോൾ 100ആയി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്ര ഓർത്ത് നോക്കുക. 1 2 2 2s are 4, 3 3s are 9, 4 4s are 16, 5 5s are 25, 6 6s are 36, 7 7s are 49, 8 8s are 64, 9 9s are 81, 10 10s are 100. ഓക്കെ. ഇതിൻ്റെ മൂന്നാമത്തെ ചോദ്യം, 1 3 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക എന്നാണ് ചോദ്യം. അതുപോലെ ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 81നോടുകൂടി 19 കൂട്ടിയപ്പോഴാണല്ലോ സ്ക്വയർ നമ്പറായ 100 കിട്ടിയത്. നമുക്ക് സ്ക്വയർ നമ്പറായ 400 കിട്ടണം. അതാണ് ചോദ്യം. അപ്പം എന്ത് ചെയ്യുക? 100നോടുകൂടി നമ്മൾ എന്ത് കൂട്ടുന്നു? അടുത്ത സ്ക്വയർ നമ്പറായ 21 കൂട്ടുമ്പോൾ
121 കിട്ടും. 121നോട് അടുത്ത സ്ക്വയർ നമ്പറായ 23 കൂട്ടുമ്പോൾ 144 കിട്ടും. ഇനി 144നോട് കൂടി 23 കഴിഞ്ഞാൽ അടുത്ത സ്ക്വയർ നമ്പറാണ് 25 കൂട്ടുമ്പോൾ 169 കിട്ടും. 169നോട് കൂടി അടുത്ത ഓഡ് നമ്പർ ഏതാ 27 കൂട്ടുമ്പോൾ 196 കിട്ടും. അടുത്തത് 196നോട് കൂടി 29 കൂട്ടുമ്പോൾ 225 കിട്ടും. 225നോട് കൂടി അടുത്ത സ്ക്വയർ നമ്പറായ 31 കിട്ടുമ്പോൾ 256 കിട്ടും. 256നോട് കൂടി 33 കൂട്ടുമ്പോൾ 289 കിട്ടും. 289നോട് കൂടി 35 കൂട്ടുമ്പോൾ 324 കിട്ടും. 324നോട് കൂടി 37 കൂട്ടുമ്പോൾ 361 കിട്ടും. 361നോട് കൂടി 39 കൂട്ടുമ്പോൾ 400 കിട്ടും. കണ്ട. അപ്പം 400 കൂട്ടാൻ വേണ്ടി നമ്മൾ എത്ര സംഖ്യകൾ ഇവിടെ എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടിയെന്ന് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10 11 അടുത്തത് 12 13 14 15 16 17 18 19 ഓഡ് നമ്പേഴ്സ് കൂട്ടിയപ്പോഴാണ് നമുക്ക് 400 കിട്ടിയത്. 19ാമത്തെ അവസാനം കൂട്ടിയ ഓഡ് നമ്പർ ആരായിരുന്നു? ഇത് 39. അവസാനം കൂട്ടിയ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 39 കേട്ടോ. അപ്പം ചോദ്യം നമ്പർ 1 എന്താണ്? ഓപ്ഷൻ എയുടെ ഉത്തരം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എത്ര ഒറ്റ സംഖ്യകളാണ് നമ്മൾ കൂട്ടിയത്? 19 എണ്ണം. അവസാനത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ആരാണ്? 39 ഓക്കെ. ഒരു മിനിറ്റ്. നമ്മൾ 39 അല്ല, ഈ ഒന്നിനെ കൂടി ചേർക്കുമ്പോൾ നമ്മൾ 1 ഓഡ് നമ്പർ ആണല്ലോ. ഒന്നും കൂടി ചേർക്കുമ്പോൾ നമ്മൾ എത്ര എണ്ണമായി? 20 ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എടുക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 400 എന്ന് ഉത്തരം വന്നേക്കുന്നത്. അപ്പോൾ ഇനി എളുപ്പമാർഗ്ഗം ഇത്രയും എഴുതാതെ നമുക്ക് ഈ 400ലേക്ക് എത്താമല്ലോ. എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 20. അപ്പോൾ 20ൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ. 20 × 20 എത്രയാണ്? 400. അപ്പോൾ നമ്മൾ ഇത്രയും വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഓക്കെ. അടുത്ത 4ാമത്തെ ചോദ്യം. 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? 1 മുതൽ ഈ സംഖ്യ വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്താണ്? ചോദ്യം കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. സാധാരണ സംഖ്യ 1 2 3 4 5 6 7 ഇങ്ങനെ നമ്മൾ 99 100 വരെ എഴുതുമെന്ന് വിചാരിക്കുക. അപ്പോൾ 1 മുതൽ 100 വരെ 100 സംഖ്യകളുണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ 1 മുതൽ 100 വരെ 100 സംഖ്യകളുണ്ട്. അപ്പോൾ 50ാമത്തെ ഒറ്റ സംഖ്യ ആരാന്നല്ലേ അവരുടെ ചോദ്യം. അപ്പോൾ ടീച്ചർ ഈ ഇരട്ട സംഖ്യകളെല്ലാം വായിച്ചു കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ടീച്ചർ ഇതിനകത്ത് നിന്ന് എത്ര എണ്ണം പോയി? 100 എണ്ണത്തിൽ 50 പേര് പോയില്ലേ? ശരിയല്ല, 100 പേരുണ്ടായിരുന്നു. അതിൽ ടീച്ചർ ഇരട്ട സംഖ്യകളെല്ലാം കളഞ്ഞപ്പോൾ 50 എണ്ണം ടീച്ചർ കളഞ്ഞു. ബാക്കിയുള്ള 50 ഒറ്റ സംഖ്യ ഇവിടെ കിടപ്പുണ്ട്. 50 അല്ലേ 100. അപ്പോൾ 50ാമത്തെ ഒറ്റ സംഖ്യ ആരാണ്? 99. ഇതുവരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താ? ഇത് എത്ര സംഖ്യയുണ്ട്? 50 എണ്ണം ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 50ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ പോലെ. സ്ക്വയർ അല്ല, 50ൻ്റെ സ്ക്വയറിന് നമ്മൾ സൂചിപ്പിക്കുന്നത് 50 × സ്ക്വയർ എന്നുള്ള സിമ്പിൾ 7 ഉപയോഗിക്കുന്നത്. 50 ഈ 50 × 50 ചെയ്താൽ ഉത്തരവായില്ല. 50 × 50 ചെയ്യുന്നത് എങ്ങനെയാണ്? 5 × 5 25. ഈ 2 0 കൂടെ കൊടുത്താൽ മതി. 2500 ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എയുടെ ഉത്തരം 50ാമത്തെ ഒറ്റ സംഖ്യ 99 എന്നുള്ളതാണ് 1ാമത്തെ ഉത്തരം. ഓപ്ഷൻ ബി അത്രയും 50 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫുള്ളായിട്ട് എഴുതി കൂട്ടണ്ട. 50നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ മതിയാവും. ചിത്രങ്ങൾ നോക്കൂ. ചിത്രത്തിൽ എന്താണ് 4 എന്ന ഒരു സ്ക്വയർ നമ്പർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ രണ്ട് നീളത്തിൽ 2, വീതിയിൽ 2, അങ്ങനെ ആകെ 4 പൊട്ടുകൾ ഇവിടെയുണ്ട്. അപ്പം 4ന് അവർ എഴുതിയിരിക്കുന്ന 1 + 2 + 1. അടുത്തത് 1 + 2 + 3 + 2 + 1. അതായത് ഓരോ കോളത്തിലുമുള്ള സീറോസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. 16ന് 1 + 2 + 3 + 4 + 3 + 2 + 1. അതായത് ഈ കോളങ്ങളുടെ എണ്ണം. ഈ രീതിയിൽ 25നെ തുകയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? 36നെയോ 100നെ ഇങ്ങനെയുള്ള തുകയായി പിരിച്ചെഴുതാമോ? 3 ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. ഇതിന് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ടീച്ചർ ഒറ്റ സംഖ്യകളുടെ തുകയായിട്ടാണ് കാണിച്ചത്. 1 + 3 എന്നുള്ള ആശയമാണ് കാണിച്ചത്. എങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ആശയമാണ് ഉപയോഗിക്കുന്നത്? ഈ കോളത്തിന് ഇതാ ഇങ്ങനെ ക്രോസ് വരച്ചു. അപ്പോൾ ഇതിനകത്ത് വന്ന നമ്പർ 1, ഇതിനുള്ളിൽ വന്നത് 2, ഇതിനുള്ളിൽ വന്നത് 1. അങ്ങനെ 1 + 2 + 1 3 എന്നുള്ള ആശയം വന്നു. ഇനി 3 പൊട്ടുകളാണ് വന്നതെങ്കിൽ നമ്മൾ മുമ്പേ വരച്ച പോലെ ഓഡ് നമ്പേഴ്സിന് സമ്മമായിട്ടല്ല, അതാ ഇങ്ങനെ ക്രോസ് വരച്ചെടുക്കുന്നു. 1 + 2 + 3 + 2 + 1 അല്ലേ? അപ്പം നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാകും. നിങ്ങൾ തൊട്ട് മുന്നേ എഴുതിയിരുന്നല്ലോ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇതുണ്ട് 121 121. അടുത്തത് എഴുതുമ്പോൾ 1 3 നടുക്ക് എഴുതി 2 2 1 1. ഓർക്കുന്നില്ലേ? അടുത്താണെങ്കിൽ 4 3 3 2 2 1. ഇതങ്ങ് സമ്മ് ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ 25ൻ്റെ വന്നാൽ എന്ത് ചെയ്താൽ മതിയാവും? അടുത്തൊരു കോളത്തിൻ്റെ വന്നാൽ എന്ത് ചെയ്യുന്നത്? 5. 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുക, 5 എഴുതുന്നു. പ്ലസ് 2 സൈഡിലും പ്ലസ് ഇട്ട് 4 4, വീണ്ടും പ്ലസ് ഇട്ട് 3 3, വീണ്ടും പ്ലസ് ഇട്ട് 2 2, വീണ്ടും പ്ലസ് ഇട്ട് 1 പ്ലസ്. മറ്റേ ആശയം തന്നെ പ്ലസ് ഇട്ട് എഴുതുന്നു എന്ന് മാത്രം കേട്ടോ. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചതുരം വരച്ച് വേണമെങ്കിലും ചെയ്യാം. 5 എണ്ണം എഴുതുമ്പോൾ 1 2. എക്സാമിന് നിങ്ങൾക്ക് ഏത് ആശയം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. 1 2 3 4 5 വന്നു. 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. ഞാൻ എന്ത് ചെയ്തു? ക്രോസ് വരച്ചു. 1 2. നിങ്ങൾ ശരിക്കും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ടീച്ചർ സ്കെയിൽ ഇപ്പോൾ എടുത്തിട്ടില്ല. എന്നിട്ട് ഇതിലുള്ള ഡോട്ട്സിൻ്റെ എണ്ണം നോക്കൂ. ഫസ്റ്റ് വന്നിരിക്കുന്നത് 1 ആണ്. ഇതാ 1 വന്നു. അടുത്തത് 2 വന്നു. അടുത്തതിനകത്ത് 3 വന്നു. അടുത്തത് 4. അടുത്തത് 5. വീണ്ടും 4 3 2 1. എത്ര ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എത്ര ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 25 എന്നുള്ള ഉത്തരം വരും. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ 2 36നെ അങ്ങനെ പിരിച്ചെഴുതാമോ എന്നാണ്. അപ്പോൾ നമ്മൾ പടം വരയ്ക്കാതെ 36 എങ്ങനെ നമുക്ക് കിട്ടുന്ന? 6 × 6 അല്ലേ? അപ്പം നടുവിൽ 6 എഴുതിയാൽ മതി. അപ്പുറത്തും ഇപ്പുറത്തേക്ക് മൈനസ് ചെയ്ത് 5 5 4 4 3 3 2 2 1 1. ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ഓപ്ഷൻ 100നെ അങ്ങനെ എഴുതാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 100 ആരൊക്കെ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്? 10 × 10 അല്ലേ 100. അപ്പം നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നടുവിൽ 10 എഴുതിക്കൊണ്ട് 9 9 8 8 7 7 6 6 5 5 4 4 3 3 2 2 1 1. ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? അതിനിടയ്ക്കെല്ലാം പ്ലസ് ഇട്ട് കൊടുക്കുക. പിള്ളേർ കണക്ക് പഠിക്കാൻ ഇത് നല്ല രസമാണ്. നിങ്ങളതിൽ എൻജോയ് ചെയ്തൊക്കെ ചെയ്യുവാണെങ്കിൽ രസമാണ്. ഇത് പഠിക്കണമല്ലോ, കഷ്ടപ്പെടണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പാടായിട്ട് തോന്നും. അത് 1 2 എണ്ണം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു രസം തോന്നി നിങ്ങളങ്ങനെ എഴുതി നോക്കുമ്പോൾ ശരിയായത് നിങ്ങൾ കൂട്ടി നോക്കിയത് ഫുള്ള് കൂട്ടി എത്രയാണ് ആൻസർ? ഉറപ്പായിട്ടും അത് 100 ആയിരിക്കും. 100 എന്ന സ്ക്വയർ നമ്പർ കിട്ടുകയും ചെയ്യും. അടുത്തത് പേജ് നമ്പർ 38 ചോദ്യങ്ങൾ നോക്കാം. ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക. 5 ചോദ്യങ്ങളുണ്ട്. തൊട്ട് താഴെ ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായി ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം 9 × 16 ആണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 9നെ 3 × 3 ×
4 ഇൻറ്റു 4 അല്ലേ 16, 3 ഗുണം 3 9, 4 ഗുണം 4 16. ഇനി ഈ 3 4 ജോഡിയാക്കുക. 3 ഗുണം 4 അവിടെ നിർത്തി വീണ്ടും ഈ ഇവരെ ജോഡിയാക്കുക. 3 ഗുണം 4. അപ്പോൾ ഇതെന്താവും? 3 4 12. 3 4s are 12 ഇൻറ്റു 3 4s are 12. 12 ഇൻറ്റു 12 ഇത്ര എഴുതി വെച്ചാൽ മതി. 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുണിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ. ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടില്ല, ഗുണിക്കുന്ന രീതിയിലേക്ക് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 16 ഇൻറ്റു 36. അപ്പോൾ എങ്ങനെയാണ്? 16നെ 4 ഇൻറ്റു 4 എന്നും 36നെ 6 ഇൻറ്റു 6 എന്നും എഴുതുക. അവർ ജോഡി പിരിക്കുക. അപ്പോൾ 4 ഇൻറ്റു 6ഉം രണ്ടാമത്തെ 4 ഇൻറ്റു 6ഉം 6 4 24 ഇൻറ്റു 24. ഇത്രേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം ഏതാണ്? 36 ഇൻറ്റു 49. 36നെ 6 ഇൻറ്റു 6. നന്നായിട്ട് പട്ടികയൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. വേഗം വേഗം ചെയ്യണമെങ്കിൽ അതേ മാർഗ്ഗമുള്ളൂ. 49നെ 7 ഇൻറ്റു 7. എന്നിട്ട് ജോഡി പിരിക്കുക. 6 ഇൻറ്റു 7ഉം ഒരു ജോഡി, അടുത്തത് 6 ഇൻറ്റു 7 വേറൊരു ജോഡി. 6 7 42 ഇൻറ്റു 42. ക്ലിയർ അല്ലേ? അടുത്തത് പട്ടിക അറിയില്ലെങ്കിൽ ടീച്ചർ പരാജയപ്പെട്ടു കേട്ടോ നിങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് നിങ്ങൾ പട്ടിക പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാതെ നമുക്ക് മുമ്പോട്ടൊരു ജീവിതമില്ലെന്ന് മനസ്സിലാക്കിക്കോ. അടുത്തത് 49 ഇൻറ്റു 64. 49നെ എങ്ങനെ എഴുതാം? 7 7 49, 8 8 64. 7 7s are 49, 8 8s are 61. ജോഡി പിരിച്ചു. 7 ഇൻറ്റു 8 എഴുതി, അഗെയിൻ 7 ഇൻറ്റു 8 എഴുതി. 7 8s are 56, 7 8s are 56. ഇത്രയേ ഉള്ളൂ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഏതാണ്? 81 ഇൻറ്റു 25. 81നെ നമുക്ക് 9 ഇൻറ്റു 9, 25നെ 5 ഇൻറ്റു 5 എന്ന് എഴുതാം. ദെൻ വീണ്ടും ജോഡി പിരിച്ച് 9 ഇൻറ്റു 5 എന്ന് എഴുതാം. 9 ഇൻറ്റു 5 എന്ന് എഴുതാം. അതായത് 45 ഇൻറ്റു 45. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ഐഡിയ കിട്ടി. എന്താ? ഇതൊരു സ്ക്വയർ നമ്പറാണ്, ഇതും ഒരു സ്ക്വയർ നമ്പറാണ്. ചെയ്ത് ഉത്തരം ലഭിക്കുന്നത് അതിൻ്റെ ആൻസർ കിട്ടുന്നത് ഒരു സ്ക്വയർ നമ്പർ തന്നെയായിരിക്കും. കേട്ടില്ലേ? 45 ഇൻറ്റു 45 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എന്ത് തന്നെയായിരിക്കും? ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. ഇവിടെ 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5, 2 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. അതായത് 5 ഇൻറ്റു 2 സെപ്പറേറ്റ് ആക്കി. 5 ഇൻറ്റു 2ഉം എഗെയിൻ 5 ഇൻറ്റു 2ഉം. I 2 10 ഇൻറ്റു I 2 10. 10 ഇൻറ്റു 10 എത്ര? 100. അപ്പോൾ 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 100 മനസ്സിലായല്ലോ നമുക്ക്. ശരിയല്ലേ? 25 ഇൻറ്റു 4 എന്ന് പറയുന്നത് 100. ഇനി നോക്ക്, 25 ഇവിടെ 25 അങ്ങനെ തന്നെ എഴുതി. 16നെ ടീച്ചർ 4 ഇൻറ്റു 4 എന്ന് മാത്രം മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 25 ഇൻറ്റു 4 അവിടെ നിൽക്കട്ടെ, ഈ മറ്റേ 4 പുറത്ത് നിൽക്കട്ടെ. 25 ഇൻറ്റു 4 എത്രയാണ്? 100 അല്ലേ? കണ്ടോ? 100 ഇൻറ്റു 4 എത്ര? 400 എന്ന് എഴുതാമല്ലോ. അതുപോലെ 25 ഇൻറ്റു 36. 25 അങ്ങനെ തന്നെ നിർത്തി. 36നെ 4 ഗുണം 9 എന്ന് എഴുതാമല്ലോ. 9 4 36. 25 ഗുണം 4 എത്രയാണ്? 100 എന്ന് എഴുതാമല്ലോ. 100 ഇൻറ്റു 9 എത്ര? 900. എന്തെളുപ്പം നമുക്ക് ചെയ്ത് നോക്കുകയേ വേണ്ടല്ലോ. 25 ഇൻറ്റു 64 നമുക്ക് ഇങ്ങനെ എഴുതാം. 25 ഇൻറ്റു 4 ഇൻറ്റു 16 എന്ന് എഴുതാം ഇല്ലേ? 25 4 എത്രയാണ്? 100 ഇൻറ്റു 16 ചെയ്യുമ്പോൾ 1600. കണ്ടോ? എളുപ്പം ചെയ്തില്ലേ? അങ്ങനെ നമ്മുടെ പാഠം അവസാനിച്ചു. മനസ്സിലാകാത്തൊരു 2-3 വട്ടം വീഡിയോ കണ്ടാൽ മതിയാവും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കണം കേട്ടോ.